ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശിഷ്യ പ്രവാസികളായ റിയാദുസ്സാലിഹീൻ ഫാമിലി ഗ്രൂപ്പിലെ അംഗങ്ങളെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നടത്തപ്പെടുന്ന ഈ ദീനിയായ നസീഹത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും പ്രയോജനപ്രദമാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അനുസരിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു അവന്റെ കരുണ കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശേഷിക്കുന്ന ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിച്ച് നാളെ മരണപ്പെടുന്ന സമയം സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗണത്തിൽപ്പെട്ട് അള്ളാഹുലേക്ക് യാത്രയാകുന്ന സൗഭാഗ്യവാന്മാരിൽ നാം എവരെയും പെടുത്തുമാറാവട്ടെ. അള്ളാഹു താല നമ്മുടെ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്ത് ഉരുണ്ടുകൂടിയ മുഴുവൻ ഭീകരമായ അന്തരീക്ഷങ്ങൾക്കും പകരം സമാധാനപരമായ ശാന്തസുന്ദരമായ അന്തരീക്ഷം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലുള്ള GCC രാജ്യങ്ങളിലുള്ള അങ്കലാപ്പും പേടിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട് മാറ്റി പകരം സമാധാനവും ഐക്യവും സ്നേഹവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് ഈമാന്റെ നിഅമത്ത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വത്തിന്റെയും മനസ്സമാധാനത്തിന്റെയും ആ സ്രോതസ് എന്ന് പറയുന്നത് പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും ആവശ്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷ, അതേപോലെ ഭാവിയെ കുറിച്ചുള്ള നല്ല പ്രത്യാശ. ജീവിതത്തിന്റെ അന്ധകാരങ്ങളിൽ പ്രകാശം ചൊരിഞ്ഞ് മനുഷ്യന് വഴി കാണിക്കുന്ന കിരണമാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത്. കാരണം ജീവിതമാകുന്ന വൃക്ഷം വളരുന്നത് അത് പ്രതീക്ഷയുടെ പേരില്ല. മനുഷ്യ സൗഖ്യത്തിന്റെ മധു ആസ്വദിക്കുന്നത്, ആനന്ദാനുഭൂതി ആസ്വദിക്കുന്നത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ ഹൃദയങ്ങളിലുള്ള പ്രത്യാശയും പ്രതീക്ഷയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷിക്കണം. ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, അള്ളാഹു അറിയിക്കുന്നതായി, അന ഇന്ദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ഭാവിക്കുന്നു, വിചാരിക്കുന്നത്, ആ നിലയിലായിരിക്കും എന്റെ പെരുമാറ്റം. അന മഅഹു ഹൈസു ദക്കറനി, ഞാൻ അവനോടൊപ്പം എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ദാസനോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷ അത് അധ്വാനത്തിന്റെ പ്രേരക ശക്തിയാണ്. ബാധ്യതകൾ നിർവഹിക്കുവാനുള്ള പ്രയത്നത്തിന്റെ ഉത്തേജകമാണ് പ്രതീക്ഷ. ശരീരത്തിലും ആത്മാവിലും അത് നല്ല ഉന്മേഷം നൽകുന്ന വലിയൊരു സിദ്ധൌഷധമാണ് ആ പ്രതീക്ഷ. നല്ലത് പ്രതീക്ഷിക്കുക. മടിയനെ ഉത്സാഹിയാക്കുന്നത്, ഉത്സാഹിയെ നിരന്തര പ്രയത്നത്തിന് പ്രേരിപ്പിക്കുന്നത്, ഇതേപോലെ വിജയം വരെ പൊരുതാൻ പരാജിതനെയും വിജയത്തിന്റെ ഫലം ഇരട്ടിപ്പിക്കുന്നതിനായി യത്നിക്കാൻ വിജയിയെയും ഈ പ്രതീക്ഷ ഉത്സാഹമുള്ളവനാക്കും. ആ എല്ലുമുറിയെ പണിയെടുക്കാൻ കർഷകനെ പ്രേരിപ്പിക്കുന്ന എന്താ? ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ക്ലേശം സഹിക്കാൻ, ദീർഘയാത്രകൾ ചെയ്യാൻ വ്യാപാരിക്ക് പ്രചോദനം നൽകുന്ന എന്താണ്? പ്രതീക്ഷയാണ്, ലാഭത്തിലുള്ള പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ കർമ്മനിരതനാക്കുന്ന എന്തിന്റെ പേരിലാണ്? ആ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവുമാണ്. ഒരു സൈനികൻ യുദ്ധക്കളത്തിൽ മുന്നേറുന്നത് എന്തിന്റെ പേരിലാണ്? അവന്റെ ഹൃദയത്തിലുള്ള പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പേരിലാണ്. രോഗശമനത്തിനുള്ള ആ മരുന്നുകൾ, അല്ലെങ്കിൽ അതിന്റെ രോഗശമനമാകുമെന്നുള്ള പ്രതീക്ഷയുടെ പേരിലാണ് ഒരു രോഗി കൈപ്പേറിയ മരുന്ന് കഴിക്കാൻ തയ്യാറാകുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷയാണ്, എന്റെ രോഗം അത് മാറും, അത് ശിഫയാകും. സ്വന്തം ഇച്ഛയെ കടിഞ്ഞാണിടാനും അള്ളാഹുവിന് വഴങ്ങാനും ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പ്രീതിയെയും ആ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നല്ല പ്രതീക്ഷയുമാണ് ഒരു മനുഷ്യൻ എന്താവുന്നത്? നല്ല നല്ല അമലുകൾ ചെയ്യാൻ അവൻ തയ്യാറാകുന്നത്. അപ്പൊ ചുരുക്കത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കലുഷിതമായ അന്തരീക്ഷമാണ്. മാനസികമായ ഒരു പിരിമുറുക്കത്തിലാണ്, പ്രത്യേകിച്ചും പ്രവാസികൾ. ആ നാട്ടുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പിരിമുറുക്കം വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലത് പ്രതീക്ഷിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക.
കാരണം പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അമൃത. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വിശാലത ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കുടുസായി മാറുമായിരുന്നു. കാരണം പ്രതീക്ഷയുടെ നേരെ വിപരീത ഫലം എന്ന് പറയുന്നത് നിരാശയാണ്. നിരാശ എന്ന് പറയുന്നത് അത് കുഫുറിന്റെ സന്തതിയാണ്, അത് നിഷേധത്തിന്റെ സന്തതിയാണ്. കാരണം നിരാശ എന്ന് പറയുന്നത് മനുഷ്യനെ ബലഹീനനാക്കി കളയും, മനുഷ്യനെ കർമ്മങ്ങളിൽ നിന്നും അകറ്റിക്കളയും. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ അറിയിക്കുന്നുണ്ട്, നിരാശ എന്ന് പറയുന്നത് അത് വഴിപിഴച്ചു പോയവരല്ലാതെ മറ്റാരാണ് സ്വന്തം നാഥന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശനാവുക? വലാ യയസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും നിരാശപ്പെട്ടു പോകുന്നത് യഥാർത്ഥത്തിൽ വഴിപിഴച്ചു പോയവരാണ്, നിഷേധികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നിരാശ എന്ന് പറയുന്നത് നിഷേധത്തിന്റെ സൃഷ്ടിയാണ്, സന്തതിയാണ്. അത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, അന ഇൻദ ലന്നി അബ്ദീ ബി വ അന മഅഹു ഹൈസു ദക്കർനി. എന്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കണം, ആ സമയത്തെല്ലാം ഞാൻ അവന്റെ കൂട്ടത്തിലായിരിക്കും. എന്റെ അടിമ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കണം. കാരണം ഏത് സന്ദർഭത്തിലും സഹനം കൈക്കൊള്ളുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നിരാശ ബാധിക്കുകയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാഇന്റെ 83-ാമത്തെ ആയത്തിൽ അറിയിക്കുന്നുണ്ട്, നാം മനുഷ്യന് അനുഗ്രഹം നൽകിയാൽ അവൻ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നു, വല്ല ആപത്തും പിടിപെടുകയാണെങ്കിലോ അവൻ നിരാശനായി തീരുന്നു. ഒരിക്കലും അതുകൊണ്ട് നിരാശ ആകാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ സന്ദർഭത്തിലും അവന് പ്രതീക്ഷയായിരിക്കും അവന്റെ ഹൃദയത്തിലുള്ളത്. ജനങ്ങളിൽ ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. കാരണം ശുഭപ്രതീക്ഷ, അതേപോലെ വിജയ പ്രതീക്ഷ ഒരു മുഅ്മിനിൽ ഉള്ളതുപോലെ മറ്റാരിലും കാണാൻ കഴിയില്ല. ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ എപ്പോഴും നല്ല പ്രതീക്ഷയാണ്. നേരെ മറിച്ച് അശുഭ ചിന്ത അല്ലെങ്കിൽ ആശങ്ക, മടുപ്പ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അന്യമായിരിക്കും. കാരണം വിശ്വാസം എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന, സർവശക്തനായ, കാരുണ്യമുള്ള, അങ്ങേയറ്റം അലിവുള്ള, ഉദാരനായ, പ്രാർത്ഥിക്കുന്ന മർദ്ദിതന്, മർദ്ദനം ഏറ്റുവാങ്ങിയവന് സഹായമരുളുന്ന, ഉത്തരമരുളുന്ന, വിപത്തകറ്റുന്ന, കണക്കറ്റ് അനുഗ്രഹം ചൊരിയുന്ന, പാപങ്ങൾ പൊറുക്കുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്ന, മാതാപിതാക്കളെക്കാൾ നമ്മളോട് വാത്സല്യമുള്ള, തന്റെ സൃഷ്ടികൾക്ക് സമസൃഷ്ടികൾ ചെയ്യുന്നതിനേക്കാളും ഗുണം ചെയ്യുന്ന ഒരു മഹാശക്തി നമ്മളോടൊപ്പമുള്ളപ്പോൾ ആ ഒരു ബോധ്യം, ആ ഒരു നിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും നിരാശരാകാത്തത്. കാരണം നിരാശ ബാധിക്കുകയില്ല. നമുക്കറിയാം, രാവിലും പകലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രിയിലും, രാത്രിയിൽ പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ പകലിലും അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ്. അങ്ങനത്തെ ഇലാഹാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് സദാ തുറന്നിട്ടിരിക്കുകയാണ്. പോയത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത് കണ്ടു കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദാഹിച്ചു വലഞ്ഞവന് അവന് ശുദ്ധജലം കിട്ടുമ്പോൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്? ഇതിനേക്കാളും വലിയ സന്തോഷമാണ് ലല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദി, ഒരടിമയുടെ പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ, പാപമോചനം കണ്ടുകൊണ്ട് അള്ളാഹു ഇതിലേറെ സന്തോഷിക്കുന്നവനാണ്. അങ്ങനത്തെ അള്ളാഹുവാണ് നമ്മുടേത്. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ നന്മകൾക്ക് 10 ഇരട്ടി മുതൽ 70-700 ഇരട്ടി ഹിസാബ്, കണക്കില്ലാതെ പ്രതിഫലം തരുന്ന അള്ളാഹ് നമുക്കുണ്ട്. മാത്രമല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ദുഷ്കർമ്മം ഉണ്ടായാൽ അതിൻ്റെതായ ശിക്ഷ, അല്ലെങ്കിൽ അതിന്റെ തക്കതായ ശിക്ഷ, അത് അളവിന് മാത്രം നന്മയ്ക്ക് 10 ഇരട്ടി, 70 ഇരട്ടി, 700 ഇരട്ടി തരുന്നത് പോലെ ദുഷ്കർമ്മങ്ങൾക്ക് അതിന്റെ ശിക്ഷ മാത്രം നൽകുന്ന റബ്ബാണ്. അങ്ങനത്തെ പുറത്തു കൊടുക്കുന്ന അള്ളാഹുവാണ്. തന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു അടിമ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. അവനെ അള്ളാഹു അങ്ങോട്ട് ചെന്ന് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു രക്ഷയുടെ വീട്ടിലേക്ക് നേരിട്ട് ക്ഷണിക്കുകയാണ്. അള്ളാഹു അങ്ങനത്തെ ദാഇയാണ്, പ്രബോധകനാണ്, ക്ഷണിക്കുന്നവനാണ്. ഇനി ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലും അള്ളാഹുവിനെ വിടുകയിൽ അടുത്ത് ചെന്ന് വിളിക്കും. ഇനി അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്റെ അടുത്ത് എത്തുന്നത് വരെയും അള്ളാഹു കാത്തു നിൽക്കുകയില്ല.
മറിച്ച് ദൂരെ നിന്ന് അവനെ സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള അള്ളാഹുവാണ് നമ്മുടെ അള്ളാഹ്. അവൻ പറയുന്നു, എന്റെ ദാസൻ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അവൻ തന്റെ മനസ്സിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ എന്റെ മനസ്സിൽ അവനെ ഓർക്കും. ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർത്തു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ല സദസ്സിൽ വെച്ച് ഞാൻ അവനെയും പരാമർശിക്കും. അവൻ എന്നോടൊരു ചാണെടുത്താൽ ഞാൻ അവനോടൊരു മുഴമെടുക്കും. അവൻ എന്നോടൊരു മുഴമെടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനോട് ഒരു മാറെടുക്കും. എന്നിലേക്ക് എന്റെ അടിമ നടന്നു വന്നാൽ അവൻ നടന്നെത്തട്ടെ എന്ന് ഞാൻ കാത്തു നിൽക്കുകയില്ല. ഞാൻ അവനിലേക്ക് ഓടി അടുക്കും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഞാൻ ഹദീസ് ഒന്നും പറയുന്നില്ല, വായിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അത്രയും കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, ദയാലുവാണ്. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അടുത്തവനാണ്. ജനങ്ങൾക്ക് വേണ്ടി ദിനരാത്രങ്ങളെ മാറി മാറി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് ഭയത്തിന് പകരം നിർഭയത്വം സമ്മാനിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബലഹീനതയ്ക്ക് പകരം ബലവും ശക്തിയും നൽകുന്നവനാണ്. പ്രയാസങ്ങൾക്ക് പകരം എളുപ്പം സൃഷ്ടിക്കുന്ന അള്ളാഹുവാണ്. ഈ ഇലാഹിനെയാണ്, ഈ അള്ളാഹുവിനെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത്. ഈ അള്ളാഹുവാണ്. ഫഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. ആ അള്ളാഹുവിനെയും ആ പടച്ചവന്റെ ദീനിനെയും മുറുകെ പിടിക്കുന്ന നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. കാരണം അള്ളാഹുവിനെയാണ് നമ്മൾ മുറുകെ പിടിച്ചിട്ടുള്ളത്. കരുണാമയനും പ്രതാപവാനും ഉദാരനും പൊറുക്കുന്നവനും സ്നേഹസമ്പന്നനും ആധിപത്യമുടയവനും എന്താണോ പടച്ചവൻ വിചാരിക്കുന്നത് അത് ചെയ്യാൻ കഴിവുള്ള ഒരു അള്ളാഹുവിനെയാണ് നാം അളവറ്റ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കേണ്ടത്. ആ ഒരു പ്രതീക്ഷ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ആ ഒരു ദുരന്തങ്ങളെ നാം പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത് ആ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഉള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണ്. അള്ളാഹു നമ്മുടെയും കൂടെയുണ്ട്. നമ്മൾ അള്ളാഹുവിനുള്ളതാണ്. നമുക്ക് പ്രയാസങ്ങൾ വന്നാൽ നമ്മൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു രോഗി അവൻ രോഗബാധിതനായി കഴിയുമ്പോൾ അവന്റെ പ്രതീക്ഷ എന്താണ്? എനിക്ക് രോഗം നൽകിയവൻ അള്ളാഹുവാണ്. സൂറത്തു ശുഅറാഇന്റെ 78-80 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ രോഗിയാകുമ്പോൾ അവൻ പറയും, എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. പിന്നെ അവൻ എനിക്ക് മാർഗദർശനം അരുളുന്നു. അവനാണ് എനിക്ക് അന്നവും പാനീയവും നൽകുന്നത്. ഞാൻ രോഗിയാകുമ്പോൾ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവൻ അള്ളാഹുവാണ്. ഈ ഒരു പ്രതീക്ഷ, ഇത് വിശ്വാസി, പ്രിയപ്പെട്ടവരെ, അവന്റെ ആ പ്രതീക്ഷയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഏത് സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ അവന്റെ ഹൃദയാന്തർഭാഗത്തുള്ള പ്രതീക്ഷ. ഒരു വിശ്വാസി ഒരു പാപകർമ്മം ചെയ്തു പോയാൽ പാപമോചനത്തെ കുറിച്ച് അയാൾ നിരാശനാവുകയില്ല. പാപം എത്ര തന്നെ കടുത്തതാണെങ്കിലും ശരി, എത്ര തന്നെ കടുത്ത പാപമാണെങ്കിലും അയാൾ അള്ളാഹുവിന്റെ മാപ്പിൽ പ്രതീക്ഷയുണ്ടാവും. കാരണം പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു അറിയിക്കുകയാണ്. എന്താ ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒരു അടിമ പാപം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു വിളിച്ച് അറിയിക്കുകയാണ്, യാ ഇബാദി, നിരാശപ്പെടേണ്ട എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. പ്രതീക്ഷയും പ്രത്യാശയും പുലർത്തിക്കൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹു വളരെ കൂടുതൽ പുറത്തു കൊടുക്കുന്നവനാണ്, കരുണാമയമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ക്ലേശം ഒരു മാളത്തിൽ പോയി ഒളിച്ചാലും ആശ്വാസം അതിനെ തേടി എത്തുക തന്നെ ചെയ്യും. ക്ലേശം എത്ര അത് ഒളിച്ചിരുന്നാലും അള്ളാഹുവിന്റെ വചനമാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ക്ലേശത്തിന്റെ കൂടെ തീർച്ചയായും ആശ്വാസമുണ്ട്. അതെ, ക്ലേശത്തിന്റെ കൂടെ തീർച്ചയായും ആശ്വാസമുണ്ട്. സൂറത്തുൽ ഇൻശിറാഹിന്റെ 5-ാമത്തെയും 6-ാമത്തെയും ആയത്താണ്. ഏത് ക്ലേശങ്ങൾ വരുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രതീക്ഷിക്കണം, നമുക്ക് ശേഷം വലിയ സന്തോഷങ്ങൾ വരാനുണ്ട്, ആഹ്ലാദങ്ങൾ വരാനുണ്ട്. ഒരു ദുരന്തം സംഭവിച്ചാൽ അതിൽ നിന്നും അള്ളാഹു തനിക്ക് അഭയം നൽകുമെന്നും അതുവഴി ഉണ്ടായ നഷ്ടത്തിന് കൂടുതൽ ഉത്തമമായത് പരിഹാരം നൽകുമെന്നും ഒരു മുഅ്മിൻ പ്രതീക്ഷിക്കണം. ഒരാപത്ത് ബാധിച്ചാൽ ഞങ്ങൾ അള്ളാഹുവിന്റെ അല്ലയോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരല്ലയോ. ഈ ഒരു സുവാർത്ത, ഈ ഒരു ചിന്ത നമുക്കുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്.
തങ്ങളുടെ നാദങ്കലിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് വലുതായ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. അവന്റെ കാരുണ്യം അവൻ നിങ്ങളിൽ വർഷിച്ചു തരും. നമുക്ക് സന്മാർഗം ലഭിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങളും ദുരിതങ്ങളും കണ്ടുകൊണ്ട് നീറി നിൽക്കുന്ന പുകയുന്ന മനസ്സുമായി കഴിയും നമ്മുടെ മനസ്സൊന്ന് അയയണം, നമ്മുടെ മനസ്സൊന്ന് അയപ്പെടണം. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വലിയ പ്രതീക്ഷയാണ്. ഒരു വാർദ്ധക്യത്തിലെത്തി അല്ലെങ്കിൽ നരബാധിച്ചു, അവന്റെ ഹൃദയത്തിൽ നിരാശ വരാൻ പാടില്ല. അവൻ ചിന്തിക്കണം, പരിശുദ്ധമായ സ്വർഗത്തിൽ അൽഹംദുലില്ലാ എനിക്ക് നിത്യമായ യൗവനം, നരയില്ലാത്ത യൗവനം അള്ളാഹു എനിക്ക് സമ്മാനമായി തരും. ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാവിധ വിഭവങ്ങളും എനിക്ക് നൽകും. ഒരിക്കലും നിരാശനാവാൻ പാടില്ല. ഒരു വിശ്വാസി ദുരന്തങ്ങളിൽ വിശ്വാസികളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം യഥാർത്ഥ രൂഢമൂലമായി കഴിഞ്ഞാൽ അവൻ എന്താവും? ദുരന്തങ്ങളിൽ അള്ളാഹു അവന്റെ സഹായിയായി മാറും, ഏകാന്തതയിൽ കൂട്ടുകാരനായി മാറും, ക്ഷാമത്തിൽ സഹായിയായി മാറും. നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വൈദ്യന്മാര് കൈയൊഴിഞ്ഞ രോഗികൾ രോഗശമനത്തിനായി അള്ളാഹുവിലേക്ക് അടുക്കും. ഇതാണ് മൂമിനിന്റെ അവസ്ഥ. വൈദ്യന്മാരും ഡോക്ടർമാരും കൈയൊഴിഞ്ഞു, പക്ഷേ ഒരു മൂമിനായ രോഗി നിരാശനാവുകയില്ല. അവൻ അള്ളാഹുവിലേക്ക് തിരിയും. അള്ളാഹുവെ പടച്ചവനെ, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അലീം യശ്ഫിനി, അർശിന്റെ ഉടയവനായ അള്ളാഹുവേ, ഞാൻ രോഗിയാണ്, എനിക്ക് നീ ശിഫ തരണേ പടച്ചവനെ. ഇതൊരു മൂമിനിന്റെ അവസ്ഥയാണ്. ദുരന്തബാധിതൻ അള്ളാഹുവിനോട് സഹനശക്തിയും സംതൃപ്തിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെടും. ദുരന്തത്തിൽ അകപ്പെട്ടു, പടച്ചവനെ എനിക്ക് സഹനം തരണേ, സഹിക്കാനുള്ള കഴിവ് തരണേ പടച്ചവനെ. അള്ളാഹുവെ മനസ്സിന് സംതൃപ്തി തരണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ എന്റെ നഷ്ടപരിഹാരം നീ തരണേ പടച്ചവനെ. അള്ളാഹുവോട് ചോദിക്കും. ഒരു മർദ്ദിതൻ തന്നെ മർദ്ദിച്ചവനെതിരെ ഒരു നാൾ താൻ വിജയം നേടുമെന്ന പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് തിരിയും. കാരണം മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിന്റെയും ഇടയിൽ ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിന്റെയും മർദ്ദിതന്റെ പ്രാർത്ഥനയുടെയും ഇടയിൽ മറയില്ല. ആ ഒരു ശുഭ പ്രതീക്ഷയാണ് മർദ്ദിതനെ, ദുർബലനെ ശക്തനാക്കുന്നത്. നമുക്കറിയാം, വാർദ്ധക്യത്തിന്റെ പാരമ്യത്തിലെത്തിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നബിമാരുടെ സംഭവം എന്തിനാ കേൾക്കുന്നത്? നബിമാരുടെ സംഭവം നമ്മുടെ ക്ലേശപൂർണപൂർവമായ അല്ലെങ്കിൽ നിരാശ പൂണ്ട ഒരുതരം മരവിപ്പ് ബാധിച്ച ഹൃദയത്തിന് സമാധാനമാണ് നബിമാരുടെ സംഭവങ്ങൾ, സ്വഹാബാക്കളുടെ സംഭവങ്ങൾ. നമുക്കറിയാം, വാർദ്ധക്യത്തിന്റെ പാരമ്യത്തിലെത്തിയ ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. വാർദ്ധക്യമാണ്, തന്റെ ഭാര്യയെ ഇനി പ്രസവിക്കാൻ സാധ്യതയില്ല. എന്നിട്ടും വാർദ്ധക്യത്തിന്റെ പാരമ്യത്തിലെത്തിയിട്ടും ഒരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുകയാണ്, നാഥാ എനിക്ക് നീ സുഹൃതവാനായ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യണമേ. അതിന് മറുപടിയായി അദ്ദേഹത്തിനടുത്തേക്ക് അള്ളാഹു അതിഥി വേഷത്തിൽ മലക്കുകളെ അയച്ചു. അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് ജ്ഞാനിയായ ഒരു പുത്രന്റെ സുവാർത്ത നൽകുന്നു അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഈ വാർദ്ധക്യത്തിൽ നിങ്ങൾ എനിക്ക് പുത്രലബ്ധിയെ കുറിച്ച് സുവാർത്ത തരികയാണോ? എന്തൊരു സുവാർത്തയാണ് എനിക്ക് നൽകുന്നത്? മലക്കുകൾ, മനുഷ്യകോലത്തിൽ വന്ന മലക്കുകൾ മറുപടി കൊടുത്തു, ഞങ്ങൾ താങ്കൾക്ക് നൽകുന്നത് സത്യമായ സുവാർത്തയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സുവാർത്തയാണ്, നിരാശനാവാതിരിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, വഴിതെറ്റിയവല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശനാവുക? സൂറത്തുൽ ഹിജ്റിലെ 53-56 ആയത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവിന്റെ വാഗ്ദാനമാണെങ്കിൽ എനിക്ക് നിരാശയില്ല. ഈ അനുഗ്രഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ഉണ്ടായി. അള്ളാഹുവേ, ഈ വാർദ്ധക്യ കാലത്ത് എനിക്ക് കുഞ്ഞിനെ ഏകിയ റബ്ബേ, അൽഹംദുലില്ലാഹില്ലദീ വഹബ അലൽ കിബരി എന്ന് തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ ഇബ്രാഹിമിന്റെ 39 ആയത്ത്. അള്ളാഹുവിനെ വാഴ്ത്തി. ഈ വാർദ്ധക്യത്തിലും എനിക്ക് ഇസ്മായിലിനെയും ഇബ്രാഹിമിനെയും അലൈഹി വസ്സലാത്തു വസ്സലാം 2 കുഞ്ഞുങ്ങളെ കനിഞ്ഞേകയ അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഇതേപോലെ ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹി സ്വലാമിന്റെ സംഭവം എല്ലാവർക്കും സുപരിചിതമാണ്. പ്രിയപുത്രനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടു. യഅ്ഖൂബ് നബി അലൈഹി സ്വലാം ദീർഘകാലത്തെ വേർപാടിൽ പിതൃഹൃദയം ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ പൊന്നുമോൻ വീണ്ടും ഞാനുമായി കണ്ടുമുട്ടുമെന്നുള്ള പ്രത്യാശ കൈവിടാതെ, അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പിൽക്കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മറ്റൊരു സഹോദരൻ, കാലത്തെ രാജാവിന്റെ ഒരളവ് പാത്രം മോഷ്ടിക്കപ്പെട്ട കേസിൽ നഷ്ടപ്പെട്ടപ്പോഴും പിതൃഹൃദയം, യഅ്ഖൂബ് അലൈഹി സ്വലാമിന്റെ ഹൃദയം നൊമ്പരപ്പെട്ടു.
പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നിരാശ ബാധിച്ചില്ല, സ്പർശിച്ചതേയില്ല. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കാം, സബറുൻ ജമീൽ, നമുക്ക് നല്ലതുപോലെ ക്ഷമിക്കാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിരഹ ദുഃഖം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രാജാവിന്റെ അളവ് പാത്രം മോഷ്ടിക്കപ്പെട്ട കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മോൻ. ഈ രണ്ട് വിരഹ ദുഃഖം ഒരു ഉപ്പ എങ്ങനെ താങ്ങും? പക്ഷെ ഉപ്പ സഹിച്ചു, ക്ഷമിച്ചു, പ്രതീക്ഷയോടെ കാത്തിരുന്നു. സബറുൻ ജമീൽ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ സംഭവം പറയുന്നത് ഞാൻ ആയത്തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നിരാശ ബാധിച്ചതേയില്ല. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കാം, ഭംഗിയായി ക്ഷമിക്കാം. ഒരു വേള അള്ളാഹു അവരെല്ലാം എന്റെ അടുക്കൽ എത്തിച്ചു തരും. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാവുന്നു, യുക്തിമാനാവുന്നു. സൂറത്ത് യൂസുഫിലെ 83-ാമത്തെ ആയത്താണ്. യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ട ദുഃഖം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അങ്ങ് യൂസുഫിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അവനെ ചൊല്ലിയുള്ള ആദി കൊണ്ട് അങ്ങ് രോഗബാധിതനായി തീരും, ജീവൻ തന്നെ കളഞ്ഞു പോകും. അദ്ദേഹം പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ ക്ലേശങ്ങളെ കുറിച്ചും ദുഃഖങ്ങളെ കുറിച്ചും അള്ളാഹുവിനോടല്ലാതെ ആരോട് ഞാൻ ആവലാതിപ്പെടുന്നില്ല. നിങ്ങൾ അറിയാത്തത് പലതും അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം തന്റെ മനസ്സിലുള്ള മധുര പ്രതീക്ഷയുടെ യാഥാർത്ഥ്യം സഹോദരങ്ങളുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ അനാവരണം ചെയ്തു. അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം ആ പ്രതീക്ഷയ്ക്ക് ബലമേകുന്നു. തന്റെ സന്താനങ്ങളെല്ലാം ഒരു നാൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടും എന്ന പ്രതീക്ഷയായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനും അന്വേഷിക്കുവേൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശനാവരുത്. സത്യനിഷേധികൾ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശനാവൂ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമയ്ക്ക് ആ നഷ്ടപ്പെട്ട മക്കളെയെല്ലാം അള്ളാഹു തിരിച്ചു കൊടുത്തു. ആ പ്രതീക്ഷ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം ആ പ്രയാസത്തിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോഴും, മക്കള് തളർത്തിയപ്പോഴും ആ പിതാവ് തളർന്നില്ല. ഇതാണ് ഒരു മുഅ്മിനിന്റെ മാനസികമായ അവസ്ഥയാവേണ്ടത്. സക്കരിയ നബി അലൈഹി സ്വലാം, നമുക്കറിയാം, സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹു രഹസ്യമായി ദുആ ചെയ്ത് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? അള്ളാഹുവേ, പടച്ചവനെ, നിനക്കറിയാം എന്റെ അവസ്ഥ. എന്റെ അസ്ഥികളെല്ലാം ദുർബലമായി കഴിഞ്ഞു. ദുർബലമായി കഴിഞ്ഞു. എന്റെ ശിരസ്സാണെങ്കിൽ നരയാൽ മിന്നിത്തിളങ്ങും. എന്റെ മുടിയെല്ലാം നര ബാധിച്ചു. നാഥ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ദുആ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നിന്നോടുള്ള ദുആയിൽ ഒരിക്കലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. അല്ലാഹുവേ, എനിക്ക് പിൻഗാമിയായി ആരുമില്ല, എനിക്ക് ശേഷക്കാരനായി ബന്ധുജനങ്ങൾ ആരുമില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് എന്റെ പത്നിയാണെങ്കിൽ പ്രസവിക്കാൻ സാധ്യതയില്ലാത്തൊരു പെണ്ണാണ്. പക്ഷെ ഞാൻ നിരാശനല്ല. അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് ഒരു പിന്തുടർച്ച അവകാശി ഉണ്ടാവണം. ആ യാക്കൂബ് കുടുംബത്തിന്റെ ഒക്കെ പിന്തുടർച്ച അവകാശിയായി എനിക്കൊരു പിൻഗാമിയെ തരണം എന്ന് സക്കരിയ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. പ്രിയപ്പെട്ട, ബാഹ്യമായ ആ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷെ സക്കരിയ നബി അലൈഹി സ്വലാം നിരാശപ്പെട്ടില്ല. വലം വകു ബിദുആഇക റബ്ബി ശഖിയ്യ, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ഒരു പ്രാർത്ഥനയിലും. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമയ്ക്ക് അറിയാം, എന്റെ എല്ലുകളെല്ലാം ശുഷ്കിച്ചു, എന്റെ മുടിയെല്ലാം നരബാധിച്ചു, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത പെണ്ണാണ്. പക്ഷെ അള്ളാഹുട് ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്കൊരു പിൻഗാമിയെ നീ തരണം. പ്രിയപ്പെട്ടവരെ, താമസം വിനാ ആകാശത്തിൽ നിന്നും ഒരു വിളി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. അള്ളാഹുവിന്റെ സഹായം വന്നു. സക്കരിയ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു, ഓ സക്കരിയ, നാം നിനക്കൊരു പുത്രന്റെ ശുഭവാർത്ത നൽകുന്നു. അവന്റെ പേര് യഹ്യ എന്നായിരിക്കും. ഈ പേരിൽ ഇതിനു മുമ്പ് ഒറ്റ മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും വാർത്ത വരികയാണ്. ഇതാണ് അള്ളാഹുവിന്റെ സഹായം. നമുക്കറിയാം, അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗം കൊണ്ട് വീർപ്പ് മുട്ടിയ ചരിത്രത്തിൽ അതിന് തുല്യമായ ഒരു പ്രവാചകനില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാം അവസാനം റബ്ബിന്റെ മുമ്പിൽ താണുകയാണ്, പറഞ്ഞു, ഖദ് മസ്സനി യദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, ഞാൻ രോഗബാധിതനായിരിക്കുന്നു. പടച്ചവനെ, നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ദുആ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രോഗം മാറ്റിക്കൊടുത്തു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിനേക്കാളും ഇരട്ടിയായത് അല്ലാഹു തിരിച്ചു നൽകി. ഇതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. ഇതേപോലെ പ്രിയപ്പെട്ട, മത്സ്യ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം, മത്സ്യത്തിന്റെ വയറ്റിൽ, രാത്രിയുടെ കൂരിരുട്ടിൽ, അന്ധകാരത്തിൽ, ആരുമില്ല, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ള്, രാത്രിയുടെ ഇരുള്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം അന്ധകാരത്തിൽ വെച്ച് പ്രതീക്ഷയോടെ റബ്ബിനെ വിളിച്ചു, ലാ ഇലാഹ ഇല്ലാ അന്ത,
പടച്ചവനെ, നീ അല്ലാതെ ഇലാഹില്ല. സുബ്ഹാനക്, നീ എത്രയോ വലിയ പരിശുദ്ധനാണ് പടച്ചവനെ. അള്ളാഹുവെ, ഞാൻ കുറ്റവാളിയായി പോയി. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവിനെ വിളിച്ചു, പ്രതീക്ഷയോടെ വിളിച്ചു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. കാരണം രാത്രിയുടെ ഇരുള്, കടലിന്റെ ആഴി, മത്സ്യത്തിന്റെ ഉള്ള്, ഈ ശബ്ദം ആര് കേൾക്കാനാ? പക്ഷേ അള്ളാഹുവിന്റെ നബിയായി യൂനുസ് നബി അലൈഹിസ്സലാം നിരാശപ്പെട്ടില്ല. വിളിച്ചു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേട്ടു, ആ വിളി കേട്ടു. എന്നും നമുക്കറിയാം, ഹദീസിൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഏത് ദുരിതങ്ങളിലോ ക്ലേശപൂർണമായ അവസ്ഥകളിലോ അകപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ വിളിച്ച് ദുആ ചെയ്താൽ എത്ര ക്ലേശങ്ങളിൽ നിന്നും അല്ലാഹു തആല വഴി തുറന്നു തരും. നമുക്കറിയാം, ഫറോവ എത്ര വലിയ അഹങ്കാരിയാണ്, അവന്റെ സൈന്യം എത്ര സർവായുധരാണ്. മൂസാ നബിയെയും മൂസാ നബിയുടെ അനുയായികളെയും നാടുകടത്തുകയാണ്. പിന്നിൽ ഫറോവ, ഫിറഔൻ, അഹങ്കാരി, ആയുധധാരി, ഒരുപാട് അണികളുള്ള നേതാവ്, അഹങ്കാരി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനങ്ങൾ രാവിലെ നേരം പുലർന്നപ്പോൾ ശത്രുക്കളും മൂസാ നബി അലൈഹി സ്വലാമും സംഘവും പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഈ സമയത്ത് മൂസാ നബിയുടെ അനുയായികൾ നിലവിളിച്ചു. സൂറത്തു ഷുറാഇന്റെ 60 മുതൽ 61 ആയത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മൂസാ നബിയുടെ അനുയായികൾ വിളിച്ചു പറഞ്ഞു, ഇന്നാലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയല്ലോ. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഏതുണ്ട്? മുമ്പിൽ ചെങ്കടൽ. നാലൂശ്വകൻ മൂസാ നബിയുടെ അനുയായികളും ചെങ്കടലിന്റെ തീരത്തെത്തിയിരിക്കുകയാണ്. ഫിറഔനും അനുയായികളും പിന്നാലെ വരുന്നു. നേരം പുലർന്നു, പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബിയുടെ സംഘം പേടിച്ച് അലറി വിളിക്കുകയാണ്. മൂസാ നബി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നാലമുദ്റകൂൻ, മുമ്പിൽ ചെങ്കടലാണ്. പറയിൽ ഫറോവയും പരിവാരങ്ങളും സർവായുധ സജ്ജരായി. എന്തു ചെയ്യും? പക്ഷേ ഒരു പ്രവാചകന്റെ വാക്ക് നാം ഓർക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളെ ശാന്ത ചിത്തരാക്കാൻ, സമാധാനപ്പെടുത്താൻ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ആരും വ്യസനിക്കണ്ട. പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പ്രയാസങ്ങൾ മാറ്റുന്നവൻ അള്ളാഹുവാണ്. ദുരന്തങ്ങൾ അള്ളാഹു നൽകുന്ന ആ ഒരു പരീക്ഷണം അള്ളാഹുവിലേക്ക് അടിമകൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഞാൻ ഒരിക്കലും നിരാശപ്പെടുന്നില്ല. എന്റെ കൂട്ടത്തിൽ എന്റെ അള്ളാഹു ഉണ്ട്. അവൻ എനിക്ക് നേർവഴി കാണിച്ചു തരും. അതുകൊണ്ട് അനുയായികളെ പേടിച്ചലയണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനടി തീരുമാനമെടുത്തു. കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടലിൽ അടിക്ക്. ആ ചെങ്കടൽ പ്രിയപ്പെട്ടവരെ അടിച്ചപ്പോൾ ഒരു വൻ പർവ്വതത്തെ പോലെ ആ തിരമാലകളും ആ വെള്ളവുമെല്ലാം അടങ്ങി ഒതുങ്ങി. ആ മൂസാ നബിക്കും അനുയായികൾക്ക് രാജപാത അള്ളാഹു ഒരുക്കി കൊടുത്തു. അതേ വഴിയിൽ തന്നെ അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശത്രുക്കളായ ഫിറൗനെയും കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ചിടുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ അള്ളാഹുവിനെയാണ്, ഈ പടച്ചവന്റെ ദീനിനെയാണ് ഫഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. ഈ അള്ളാഹുവിനെയാണ്, ഈ പടച്ചവന്റെ ദീനിനെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. നമുക്കറിയാം, പലായന വേളയിൽ, മക്കായിൽ നിന്നും മദീനയിലേക്കുള്ള പലായന വേളയിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗർ ഗുഹയിൽ എത്തുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് അമ്പരന്നു പോയി. കാരണം പിടിക്കപ്പെട്ടു പോകുമോ? അവർ ഗുഹയുടെ പ്രവേശന കവാടത്തിലെത്തി, അല്ലെങ്കിൽ മുകളിലെത്തി. കാലിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെട്ടു പോകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂട്ടുകാരനെ, സഹയാത്രികനെ, സിദ്ദീഖുൽ അക്ബറിനെ സമാധാനപ്പെടുത്തുകയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട, വ്യസനിക്കണ്ട, ഇങ്ങനെ കരയല്ലേ, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടല്ലോ. ആലോചിച്ചു നോക്കി, എത്ര വലിയ സമാധാനത്തിന്റെ വാക്കാണ്. വഴിയിൽ വെച്ച് പിടികൂടി സുറാഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ സഹാബിയായ സിദ്ദീഖുൽ അക്ബറിനെയും പിടികൂടാൻ വേണ്ടി അബൂജഹലും കൂട്ടരും പ്രഖ്യാപിച്ച സമ്മാനം ഒട്ടകങ്ങൾ, 100 ഒട്ടകം അല്ലെങ്കിൽ 200 ഒട്ടകം സമ്മാനമായി കിട്ടുമെന്നുള്ള മോഹത്താൽ സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നബി തങ്ങളുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് സുറാഖ സഞ്ചരിച്ച വാഹനം അഥവാ ഒട്ടകം അല്ലെങ്കിൽ കുതിര, അത് പൂഴി മണലിൽ എന്റെ കാല് താന്ന് അതിൽ നിന്നും സുറാഖ തെറിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. സുറാഖയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സുറാഖ, ഞാനൊരു വാഗ്ദാനം തരാം. കിസ്രയും കൈസറും പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരമെല്ലാം ഇസ്ലാമിന്റെ കീഴിൽ വരുന്നൊരു കാലഘട്ടം ഉണ്ടാവും.
അന്ന് പേർഷ്യൻ രാജാവ് കയ്യിൽ അണിഞ്ഞിരിക്കുന്ന തങ്ക തരിവളകളും തലയിൽ ചാർത്തിയിരിക്കുന്ന രത്ന കിരീടങ്ങളും നിനക്ക് ധരിപ്പിക്കപ്പെടുന്ന ഒരു സന്തോഷ വാർത്ത നീ മുസ്ലിമായാൽ ഞാൻ നിന്നെ അറിയിക്കുകയാണ്. സുറാഖ ചിരിച്ചു തള്ളി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒരു നിരാശയും ബാധിക്കാതെ കണ്ട് സുറാഖയുടെ മുമ്പിൽ ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണ്. ഒരു കാലം വരും, കിസ്റയും കൈസറും ഇസ്ലാമിന്റെ കീഴിൽ വരും, റോമും എല്ലാം പരാജയപ്പെടും, പേർഷ്യൻ രാജ്യം മുസ്ലിമാന്റെ കീഴിൽ വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പൊടുക്കുകയാണ്. ഖന്ദഖ് അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ ഖന്ദഖ് ഒഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഒരു കല്ലിൽ ഉരസി ഒരു ചെറിയ പ്രകാശം, ആ പ്രകാശം ഇങ്ങനെ വെളിയിലേക്ക് നിർഗളിച്ചപ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഹബീബായ തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ തക്ബീർ മുഴക്കിയത്? പറഞ്ഞു, കിസ്റയുടെയും കൈസറിന്റെയും പതനം അള്ളാഹു ഈ മിന്നൽ പിളറിൽപ്പിലൂടെ ഈ പ്രകാശത്തിലൂടെ കാണിച്ചു തരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ്. നമുക്കറിയാം, ബദർ യുദ്ധം നടന്ന, പോരാട്ടം നടന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറപ്പാണ്, ഞാനും സഹാബാക്കളും ഈ പരിശുദ്ധ ദീൻ മുസ്ലിമീങ്ങൾ വിജയിക്കും. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സയുഹ്സമുൽ ജം വയുവല്ലൂന ദുബുർ, ശത്രുക്കൾ പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടും. ആ സഹാബാക്കൾക്ക് അസ്ഹാബുൽ ബദർ ഒരു 313 പേരാണ്. ആ എണ്ണത്തിൽ വളരെ കുറഞ്ഞവർ, ആയുധമില്ലാത്തവർ, നിരായുധർ, അവർക്ക് ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, മെലിഞ്ഞൊട്ടിയവർ, ഈർക്കിലി പോലെ മെലിഞ്ഞൊട്ടിയവർ. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന വജ്രായുധം എന്താ? ഒന്ന് അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം, ഇതായിരുന്നു വജ്രായുധം. മറ്റൊന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുമെന്നുള്ള യക്കീൻ, അടിയുറച്ച യക്കീൻ, ഇത് നമ്മളിലും ഉണ്ടാവണം. മൂന്നാമത് ബദരീങ്ങൾ ഉണ്ടായിരുന്ന ഗുണം എന്തായിരുന്നു? അവര് ഒരിക്കലും ദുആ വിട്ടുകളഞ്ഞില്ല. ഏത് പ്രതിസന്ധിയിലും സന്തോഷത്തിലും. കാരണം സന്തോഷത്തിന്റെ നല്ല നാളുകളിൽ ദുആ ചെയ്യുന്നവന് പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം ഇങ്ങോട്ട് തേടിയെത്തുമെന്നാണ്. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന, ഇതാണ് അള്ളാഹുവിന്റെ നയം. നല്ല നാളുകളിൽ നമുക്ക് അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടാവണം. സഹാബാക്കൾ ബദറിൽ അവർ പ്രാർത്ഥന, ദുആ വിട്ടുകളഞ്ഞില്ല. ഇതേപോലെ അവരുടെ ഐക്യം അത് തകരാതെ അൻസാരികളും മുഹാജിരികളും ഒരേ സ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽ നിലയുറപ്പിച്ചു. നബിയോടൊപ്പം സഹാബാക്കൾ, മുഹാജിരികൾ, അൻസാരികൾ, ആ ഐക്യം, അവരിൽ ഉണ്ടായിരുന്ന നല്ല ഗുണങ്ങൾ ഇത് നമ്മളിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നമ്മളെ സഹായിക്കും. ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സഹാബി നിരാശയുടെ ഒരു വാക്ക് പറഞ്ഞു നബിയുടെ മുമ്പിൽ. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല, ശരീരത്തിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവമേറ്റ വ്രണങ്ങളുടെ ചരങ്ങൾ ചാലിട്ടൊഴുകുകയാണ്. നബിതങ്ങളുടെ മുന്നിൽ വന്ന് ആവലാതി പറഞ്ഞു, നബിയെ, അള്ളാഹുവിനൊന്ന് ദുആ ചെയ്തുകൂടെ? എത്ര കാലമായി പ്രയാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിനെ എപ്പോഴാ സഹായിക്കുന്നത്? ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കിൽ പല ചിന്തകളും ഉണ്ടായിരുന്നു. ഒന്ന്, നബിയെ, അങ്ങ് ദുആ ചെയ്താൽ അള്ളാഹു എല്ലാം തരുമല്ലോ, അങ്ങ് ദുആ ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്ത്. ഇതൊക്കെയായിരുന്നു ആ വാക്കിലുള്ള അന്തർധ്വനികൾ. അങ്ങ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് കഷ്ടപ്പെടേണ്ടി വരൂലല്ലോ, അള്ളാഹു നേരിട്ട് സഹായം ഇറക്കി ശത്രുക്കളെ പരാജയപ്പെടുത്തുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താങ്കൾ എന്താ വിചാരിച്ചത്? ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുൻകഴിഞ്ഞു പോയ നബിമാർ അവരുടെ അസ്ഥികൾ മാത്രം അവശേഷിച്ചു. അവരുടെ ഇറച്ചികളെല്ലാം ആ ഈർച്ച വാളുകൊണ്ട് അകറ്റി മാറ്റപ്പെട്ടിട്ടും അവരാരും ദീനിൽ നിന്ന് പിന്തിരിഞ്ഞില്ലല്ലോ, അവരാരുടെയും ഹൃദയത്തിൽ നിന്നും പ്രതീക്ഷ കൈവിടിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്താണ് ഖബ്ബാബെ ഈ ധൃതി കാണിക്കുന്നത്? അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. യൻസുറു മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. അവൻ പ്രതാപശാലിയാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അള്ളാഹു വാഗ്ദാനത്തിൽ ലംഘനം ചെയ്യുകയില്ല. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു, വിശ്വാസികളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസികളെ, റിയാദുസ് സാലിഹീൻ ഫാമിലി ഗ്രൂപ്പിലെ അംഗങ്ങളെ, അള്ളാഹു നമുക്ക് നല്ല പ്രതീക്ഷ തരുമാറാവട്ടെ, അള്ളാഹു നമുക്ക് നല്ല പ്രത്യാശ തരുമാറാവട്ടെ. അതുകൊണ്ട് കലുഷിതമായ അന്തരീക്ഷമാണെന്നറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ അസ്വസ്ഥത പുകയുന്ന, നീറിപ്പോകുന്ന അന്തരീക്ഷമാണ്. കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിൻ. മഗ്രിബിന്റെ സമയം ദുആയ്ക്ക് ഇജാബത്തുള്ള നാളുകളാണ്. ഏത് പ്രതിസന്ധികളെയും നൊടിയിട കൊണ്ട് അവസ്ഥകൾ നന്നാക്കാൻ അള്ളാഹുവിന് കഴിയും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല.
എത്ര ദുരന്തപൂർണമായ ദുരിതപൂർണമായ അവസ്ഥകളെയും ഇതാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു നമുക്ക് വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിലേക്ക് കൈയുയർത്തണം. ഉദ്ഉ ഇലല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. എന്റെ ദുആയിക്ക് അല്ലാഹു പ്രത്യുത്തരം തരും. ആ ഒരു പ്രത്യാശയോടെ, ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി നോമ്പുകാരന്റെ ദുആ ലാ തുറദ്ദു ദഅവത്തു സായിം, നോമ്പുകാരന്റെ ദുആ തള്ളപ്പെടുകയില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അറിയുമോ? ദുആയാണ്. അള്ളാഹുവോട് ദുആ ചെയ്യൻ. ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മയം കൊടുക്കുമാറാവട്ടെ, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. ആ ദുആ ചെയ്യൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും അന്തസ്സും അഭിമാനവും നൽകുമാറാവട്ടെ. ഈ കലുഷിതമായ അന്തരീക്ഷം, പ്രിയപ്പെട്ടവർ, ഈ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം അള്ളാഹു സമാധാനപൂർണമാക്കി തരണേ. റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അറിയിക്കുകയാണ്, നബിയെ, അങ്ങയോട് എന്നെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വിദൂരത്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തേക്കരുത്. ഞാൻ വളരെ സമീപസ്ഥനാണ്. നിങ്ങളുടെ ഓരോ അവസ്ഥകളും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്ക്. ഹൽ മിൻ സായിലിൻ ഫഉതി, നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ പ്രയാസത്തിലാണോ, മനക്ലേശത്തിലാണോ? നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഞാൻ തരാം. അല്ലാഹുവാണ് സമാധാനം. അന്ത സലാം വമിങ്ക സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ പോകുന്ന സമയം ലികുൽ ദഅവത്തു മുസ്തജാബ, ഇജാബത്തുള്ള ദുആയാണ്. ചെയ്യണം ദുആ. ആ സമയത്ത് നമ്മൾ ആഹാരത്തിന്റെയും വിഭവങ്ങളുടെയും പാനീയങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ ദുആ വിസ്മരിക്കുകയാണ്. ആ സമയത്ത് ഉയരണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുലേക്ക് കൈകൾ അലസതയോടുകൂടി ഉയർത്തിയാൽ അള്ളാഹു സ്വീകരിക്കൂല. ആത്മാർത്ഥമായി ഹൃദയം അള്ളാഹുവിലേക്ക് ചേർന്ന് രണ്ട് കൈകളും അള്ളാഹുവിന്റെ നേരെ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കണം, യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിനെ വിളിക്കണം. അവന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിളിക്കണം. അവന്റെ നല്ല നല്ല പേരുകൾ അറിയാവുന്നത് വിളിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കുന്നവനെ നിരാശപ്പെടുത്തുകയില്ല. ഒരു ദുആ ചെയ്യുന്നവന്റെ കയ്യിനെ വെറും കയ്യാലെ മടക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ലജ്ജിക്കുന്നവനാണ്. രണ്ട് കയ്യിനെയും 0 ആയിട്ട് മടക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അള്ളാഹുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. പ്രത്യേകിച്ച് റമളാന്റെ മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ്. അതിന്റെ 10-15 ദിവസക്കാലം പിന്നിട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിക്കണം, പിന്നിട്ട നാളുകളിൽ എന്തെല്ലാം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കൂടുതൽ അമലുകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ നിരാശപ്പെടേണ്ട. വരും നാളുകൾ അനുഗ്രഹീതമായ നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് സമ്മാനമായി തന്നതിന്റെ രാത്രങ്ങളാണ്. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നുണ്ട്, അതാകു ഷഹ്റു റമളാൻ ഷഹ്റു ബറക. അനുഗ്രഹത്തിന്റെ മാസമാണ്, വളരെ അനുഗ്രഹീതമാണ്. ഈ മാസത്തിൽ അള്ളാഹു നമ്മുടെ ദുആക്കളെ സ്വീകരിക്കുന്ന മാസമാണ്. മുഅ്മിനിന്റെ റിസ്കിൽ അള്ളാഹു തആല അഭിവൃദ്ധി തരുന്ന മാസമാണ്. നമ്മുടെ നന്മയിലുള്ള മാത്സര്യം കണ്ടുകൊണ്ട് അള്ളാഹു സന്തോഷിക്കും, മലക്കുകളോട് അഭിമാനം കൊള്ളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തങ്ങൾ പറയുന്നുണ്ട്, ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറാ. നിങ്ങൾ നന്മകൾ ചെയ്ത് അള്ളാഹുവിന് കാണിച്ചു കൊടുക്കണം. ഓരോ നന്മകൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ വിലപ്പെട്ട സവാബാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ വിലപ്പെട്ട പ്രതിഫലമാണ്. ഓരോ നന്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല 10 മടങ്ങ് പ്രതിഫലം തരാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നുണ്ട്, പരിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന ഓരോ അമലുകളും ആ ഹദീസിൽ വലൈസ അബ്ദു മുഅ്മിനുൻ യുസല്ലി ഫീ ലൈലത്തിൻ ഫീഹാ ഇല്ലാ കതബല്ലാഹു ലഹു 1500 ഹസന ബികുല്ലി സജദത്തിൻ. ആ ഓരോ സുജൂദുകൾക്കും പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത് 1500 നന്മകളാണ്. ആലോചിച്ച് നോക്കി. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ റമളാനിന്റെ രാത്രിയിലോ പകലിലോ ചെയ്യുന്ന ഓരോ സുജൂദുകൾക്കും പകരം 1500 ഹസന, ഒരു സുജൂദിന് പകരം 1500 നന്മയാണ്. തീരുന്നില്ല. വബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലെങ്കിൽ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു അവന് വേണ്ടി
സ്വർഗത്തിൽ ഒരു മനോഹരമായ ഭവനം നിർമ്മിച്ചിരിക്കുകയാണ്, തരികയാണ്. ആ ഭവനത്തിന്റെ പ്രത്യേകത എന്താ? ലഹാ സിത്തൂന അൽഫ ബാബിൻ, അതിന് 60,000 കവാടങ്ങളാണ്. ലികുല്ലി ബാബിൻ മിൻഹാ ഖസ്റും മിൻ ദഹബിൻ, ഓരോ കവാടത്തിലൂടെയും നാം പ്രവേശിക്കുമ്പോൾ ആ സ്വർണ്ണ നിർമ്മിതമായ കൊട്ടാരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അമലുകളിൽ വർധനമുണ്ടാവണം. ഏറ്റവും വലിയ നന്മയാണ് സുജൂദ് ചെയ്യുക, അള്ളാഹുവിന് മുമ്പിൽ നമസ്കരിക്കുക. നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് സുജൂദുകൾ. ആ സുജൂദുകൾ അധികരിപ്പിക്കണം. മാത്രമല്ല ഹദീസിൽ വരുന്നു, 70,000 മലക്കുകൾ അവന് വേണ്ടി രാവും പകലും അള്ളാഹുവിനോട് ദുആ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വലിയ ഭാഗ്യമാണ്! ഒരു സുജൂദിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന മേന്മയാണ്, ശ്രേഷ്ഠതയാണ്. മാത്രമല്ല നോമ്പുകാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയമായ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള ഭാഗ്യം വേറെ ആർക്കും ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ അവന് ആ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും സമ്പാദ്യമാണ്. ഇനി അവസാനത്തെ 10 നാളുകൾ വരാൻ പോവുകയാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും സുവർണമായ നാളുകൾ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, തഹറു ലൈലത്തുൽ ഖദ്ർ ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ 10 നാളുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. എന്താണ് ലൈലത്തുൽ ഖദ്ർ? ആ രാത്രി, ആ ഖദ്റിന്റെ നിർണായകമായ രാത്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ മേന്മയുള്ളതാണ്. 83 വർഷവും 4 മാസവും തുടർച്ചയായി ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രിയങ്കരമായതാണ് നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ഒരു രാത്രി അള്ളാഹുവിന്റെ ഇബാദത്തിൽ സജീവമാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മഹാഭാഗ്യമാണ്. പക്ഷേ അള്ളാഹു അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ 10 ദിവസം ഏതാണെന്ന് ആർക്കും അറിയില്ല, അള്ളാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒറ്റവിട്ട രാവുകൾ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ് ഹദീസിൽ വരുന്നുണ്ട്. പക്ഷേ ആ ദിവസം അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? 10 രാത്രികളും നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ അമലാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രതീക്ഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ, റമളാന്റെ അവസാനത്തെ 10 സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ശദ്ദ മിഅ്സറ, അരമുണ്ട് മുറുക്കി ഉടുത്തും. എന്ന് പറഞ്ഞാൽ മുണ്ടഴിച്ച് മാറി ഉടുത്താൻ പോലും സമയം കളയാതെ മുണ്ടുകൾ നല്ല മുറുക്കി ഉടുത്തി, അഥവാ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഭൗതികമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒഴിച്ചു നിർത്തി അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് അഹ്യാ ലൈലഹു, രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കും. സ്വന്തമല്ല, വഅയ്ഖള അഹ്ലഹു, ഭാര്യമാരെയും മക്കളെയും ആ നന്മയിലേക്ക് പ്രേരിപ്പിക്കും, ആ നന്മയിലേക്ക് വിളിച്ചുവിടും, ഉണർത്തും. അങ്ങനെ ഹബീബായ തങ്ങൾ അവസാനത്തെ 10 രാത്രി നീണ്ട നമസ്കാരം, ഖിയാമുൽ ലൈൽ, തറാവീഹ് കഴിഞ്ഞ് ഹബീബായ തങ്ങൾ നീണ്ട നൃത്തം, ഖിയാമുൽ ലൈൽ, നീണ്ട റുക്കൂ, നീണ്ട സുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. എത്ര വലിയ മഹത്വമാണ്! ഹറം ഷരീഫുകളിൽ പോയാൽ കാണാം ഖിയാമുൽ ലൈൽ. ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അൽഹംദുലില്ലാഹ്, ഖിയാമുൽ ലൈൽ വലിയ മഹത്വമുള്ള നമസ്കാരമാണ്. സുജൂദുകൾ അധികരിക്കട്ടെ, അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം വാരിക്കൂട്ടാം. മാത്രമല്ല അവസാനത്തെ 10 നാളുകളിൽ അള്ളാഹുവിന്റെ പള്ളികളിൽ ഇഅ്തികാഫ്, പള്ളികളിൽ സജീവമായിരിക്കണം. പ്രത്യേകിച്ചും ആണുങ്ങൾ, മറ്റു തടസ്സങ്ങളൊന്നുമില്ല. പള്ളികളിൽ അള്ളാഹുവിന്റെ പള്ളി അത്യാവശ്യത്തിനല്ലാതെ വെളിയിൽ പോകാൻ പാടില്ല. പള്ളിയിൽ കഴിഞ്ഞുകൂടുക രാവും പകലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് നന്മകളിലായി. വലിയ ബലവത്തായ സുന്നത്താണ്. ഇന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഇഅ്തികാഫ് ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി 3 ഖനാദിഖ്, ഹദീസിൽ വരുന്നുണ്ട്, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 3 കിടങ്ങുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുകയാണ്. ഒരു കിടങ്ങിന്റെ വലിപ്പം എന്താ? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും അന്തരമാണ്. അത്തരത്തിലുള്ള 3 കിടങ്ങുകളാണ് ഒരു ദിവസം നാം അള്ളാഹുവിന്റെ പള്ളിയിൽ സജീവമായി ഇഅ്തികാഫ് ഇരുന്നാൽ നമുക്ക് കിട്ടുന്നത്. 10 ദിവസം ഇരുന്നാലോ? 10 ദിവസം തുടർച്ചയായിരുന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നു, കാനക ഹജ്ജത്തൈനി വ ഉംറതൈൻ, 2 ഹജ്ജും 2 ഉംറയും നിർവഹിച്ചവനെ പോലെയാണ്. എത്ര വലിയ ഭാഗ്യമാണ്! അതുകൊണ്ട് അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം, ഇഅ്തികാഫ് ഇരിക്കണം.
പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായി നാം ജോലിയാവണം കൂടുതലായി. ഒരുപക്ഷെ പിന്നിട്ട 17 നാളുകളിൽ ഖുർആൻ കൂടുതൽ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആന്റെ വാർഷികമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമയുമായി കണ്ടുമുട്ടുമ്പോൾ ഖുർആനിന്റെ ദർസ് നടത്തുകയും ഖുർആനിന്റെ അധ്യാപനം നടത്തുകയും ഖുർആൻ പരസ്പരം ഓതി കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഹബീബായ തങ്ങൾ ധാരാളമായി സ്വതക്കകൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനുമായി ഉമ്മത്ത് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ എനിക്ക് റിയാദുസ് സാലിഹീൻ ഫാമിലി ഗ്രൂപ്പിന്റെ ഓർമ്മ വരുന്നത്. ഞങ്ങൾ ഹജ്ജിന് പോകുന്ന കാലഘട്ടത്തിൽ അബ്ദുറഹീം ഉസ്താദിനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ഹജ്ജിന്റെ തിരക്ക് നാളുകളിലും ഒരു മൂലയ്ക്കൊഴിഞ്ഞിരുന്ന് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആൻ തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതിക്കൊടുക്കുന്ന വശ്യസുന്ദരമായ രംഗം ഈ വിനീതം വീക്ഷിച്ചപ്പോഴാണ് അദ്ദേഹവുമായി എനിക്ക് അടുപ്പമുണ്ടായത്. ആ അടുപ്പമാണ് ഈ ക്ലാസ്സിലേക്ക് നയിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമാറാവട്ടെ, ഖുർആന്റെ ഹരികാരാക്കുമാറാവട്ടെ. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന് ചില പ്രത്യേക കുടുംബക്കാരുണ്ട്, ആളുകളുണ്ട്. അവരാരാണ്? ഖുർആനുമായി ജോലിയാകുന്നവരാണ്. ആ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആനുമായി നമ്മൾ ജോലിയായി കഴിഞ്ഞാൽ നാളെ ഖുർആൻ സ്വീകരിക്കപ്പെടുന്ന ശുപാർശകനാണ്. ഹദീസിൽ വരുന്നുണ്ട്, നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി അനുകൂലമായി ശഫാഅത്ത് ചെയ്യും. അസ്വിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദ്. ഒരടിമയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും ഖുർആനും നോമ്പും. നോമ്പ് പറയും, റബ്ബി, അള്ളാഹുവേ, ഇവന്റെ ആഹാരവും പാനീയവും പകലിലുള്ള എല്ലാവിധ വികാരങ്ങളെയും തടഞ്ഞു നിർത്തിയത് ഞാനാകുന്ന നോമ്പാണ്. അതുകൊണ്ട് ഇവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണമെന്ന് നോമ്പ് പറയുമ്പോൾ ഖുർആൻ അല്ലാഹുവോട് പറയും, പടച്ചവനെ, റബ്ബേ, മനഅതുഹു നൗമ ബിൽ ലൈൽ. രാത്രിയിൽ എല്ലാവരും സുഖകരമായി കിടന്നുറങ്ങിയപ്പോൾ ഇവൻ ഉറങ്ങാതെ ഞാനുമായി അഥവാ ഖുർആനുമായി ജോലിയായതിന്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടു പടച്ചവനെ. അതുകൊണ്ട് ഇവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണമെന്ന് ഖുർആനും പറയും. ഇവർ രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക മാത്രമല്ല, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതുകയും വഅമില ബി, അത് നിർബന്ധമാണ്, ആ ഖുർആൻ അനുസരിച്ച് അമലും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉൽബിസ വാലിദാ, അവന്റെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടും താജൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ ഒരു കിരീടം. ലൗഹു അഹ്സനു മിൻ ലൗഹി ശംസ്, അതിന്റെ തെളിവ്, അതിന്റെ ഒളിവ്, അതിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തെക്കാൾ മനോഹരമാണ്. ഫീ ബുയൂത്തി ദുനിയ, ദുനിയാവിന്റെ വീട്ടിൽ അഥവാ ദുനിയാവിൽ ഉദിച്ചുയരുന്ന സൂര്യനേക്കാളും മനോഹരമാണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ആ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തവർക്ക് എന്തായിരിക്കും സ്ഥാനം? മാതാപിതാക്കൾക്ക് എത്ര വലിയ സ്ഥാനമാണെങ്കിൽ ആ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവർക്ക് എത്ര വലിയ സ്ഥാനമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ മാസത്തിൽ ഖുർആനുമായി നമുക്ക് അഭേദ്യമായി ബന്ധമുണ്ടാവണം. ഇതേപോലെ അള്ളാഹുവിന്റെ ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ ധാരാളമായി പറയണം. മാർക്കറ്റുകളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, ഉദ്യോഗ സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട്, ബസാറുകളിൽ പോകുന്നവരുണ്ട്. അള്ളാഹുവിനെ മറക്കാൻ സാധ്യതയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാവും. ഈ സന്ദർഭങ്ങളിലൊന്നും നാം അള്ളാഹുവിനെ മറക്കരുത്. അള്ളാഹുവിനെ നാം ഓർക്കുമ്പോഴെല്ലാം അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാവും. ഒരു മനുഷ്യൻ മാർക്കറ്റിലെത്തി, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ അള്ളാഹുവിനെ വിസ്മരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ചന്ത, മാർക്കറ്റ്, ബാസാർ എന്ന് പറയുന്നത്. മൻ ദഖല സൂഖ്, ഒരാൾ ചന്തയിൽ പ്രവേശിച്ചു. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ വചനം അള്ളാഹുവിനെ മറക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫി ഹസന, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് 10 ലക്ഷം നന്മയാണ്. 10 ലക്ഷം തിന്മകൾ മായ്ച്ചു കളയുകയാണ്. 10 ലക്ഷം പദവി സുബ്ഹാനല്ലാഹ് നാളെ സ്വർഗത്തിൽ അള്ളാഹു ഉയർത്തി കൊടുക്കുകയാണ്. ഈ വചനം നമ്മൾ പറയണം. ജോലി തിരക്കിനിടയിൽ അള്ളാഹുവിനെ മറക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഈ വചനം ധാരാളമായി നമ്മൾ പറയണം. ഇതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുമായി കൂടുതൽ അടുക്കുകയും ദുആ ചെയ്യുകയും, ദുആ എന്ന് പറയുന്നത് ഒരു മൂമിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത
മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത നമ്മളുമായി അകന്നു കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഇജാബത്തിന് വലിയ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിന്റെ സുന്ദരമായ രാപകലുകൾ, നല്ല നല്ല ദിനരാത്രങ്ങൾ നമ്മളോട് യാത്ര പറയുകയാണ്. അവസാനത്തെ 10ലേക്ക് നാം പ്രവേശിച്ചു. നമ്മൾ അതുകൊണ്ട് അള്ളാഹുമായി കൂടുതൽ അടുക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് ദുആ ചെയ്യണം, തൗബ ചെയ്യണം. നമ്മൾ അതോടൊപ്പം തന്നെ ക്ലേശപൂർണമായ അന്തരീക്ഷത്തിൽ ആ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്റ, അള്ളാഹുവിന്റെ സഹായം വരും, ഒരിക്കലും നിരാശപ്പെടേണ്ട. അള്ളാഹു വലിയ കഴിവുള്ളവനാണ്. അവസ്ഥകൾ നന്നാക്കാൻ അള്ളാഹുവിന് കഴിയും. ഈ കലുഷിതമായ അന്തരീക്ഷം ഇൻഷാ അല്ലാ സുമ്മ ഇൻഷാ അല്ലാ സുമ്മ ഇൻഷാ അല്ലാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കരുണ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ദുആഇന്റെയും കരച്ചിലിന്റെയും ഫലമായി അള്ളാഹു നല്ല അന്തരീക്ഷം കൊണ്ടുവരാതിരിക്കില്ല. തീർച്ചയായും ഈ കലുഷിതമായ അന്തരീക്ഷം മാറും. ആരും നിരാശപ്പെടേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് വിനീതൻ നിർത്തുന്നു. വാഹ് ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ ശൈഖ്. സാലി സാഹിബ് ഒരു 4 വാക്ക് നന്ദി വചനം പറഞ്ഞാൽ തിരക്കടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ശൈഖ് അബ്ദുൽ ഷുക്കൂർ ഖാസിമി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലെ നമ്മുടെ പരിശുദ്ധ റമദാൻ മാസത്തിൽ 17ാമത്തെ നോമ്പിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ സുദിനം, ഇന്നത്തെ ദിവസം ഉസ്താദിന്റെ ക്ലാസ്സോട് നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി കുളിർമ വന്നിരിക്കുകയാണ്. നിരാശപ്പെടാത്ത രീതിയിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് പാപമോചനം തേടിയും പ്രയാസങ്ങൾക്ക് ദൂരീകരിച്ച് കിട്ടാൻ വേണ്ടിയും ഒക്കെ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഉസ്താദ് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും റിയാദ് സ്വാലിഹിന്റെ ഈ പരിമിതമായ അംഗങ്ങളുടെ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ വളരെയധികം അവസരത്തിന് ഒത്തുയർന്നു കൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് റമദാൻ തൊട്ട് മുമ്പ് നമ്മൾക്ക് ബഹുമാനായ പണ്ഡിതൻ അലിയാർ ഖാസിമിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം സാധാരണ നടത്താറുള്ളത് പോലെ റംസാന്റെ പാതിക്ക് ശേഷം മറ്റൊരു റംസാനെ കുറിച്ചിട്ടുള്ള അതിന്റെ ദാപ്പാലുകളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് കൊണ്ടിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമ്മൾ സാധാരണ സംഘടിപ്പിക്കാറുണ്ട്. മുൻപ് നമുക്ക് 1-2 ക്ലാസ്സിൽ ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ ഷുക്കൂർ ഖാസിമി പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് വളരെ സന്തോഷകരമായി നമ്മൾക്ക് നടത്തി തന്ന ഉസ്താദിന് റിയാദ് സാലിഹീൻ ഗ്രൂപ്പിന് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏവർക്കും ഉസ്താദ് പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രയാസ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള നമ്മുടെ സഹോദരിമാർക്കൊക്കെ തന്നെ നല്ലൊരു ശുഭ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അള്ളാഹു നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. അള്ളാഹുവാണ് പരമാധികാരി, അള്ളാഹുവാണ് പ്ലാൻ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾക്ക് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഹൈറിന് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞ പോലെ ഒരു പ്രയാസത്തിനും സന്തോഷം തരുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷം കിട്ടി നല്ല രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കൂടുതൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉമ്മത്തിൽ ഉണ്ടാവട്ടെ. ഇതിനെ നയിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ ആ ഒരു സൂക്ഷ്മത പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു സത്യസന്ധമായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നീതിപരമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഭരണവും നടത്താനുള്ള സൗഭാഗ്യം തൗഫീഖും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു കേരളത്തിന് തന്നെ ശുഭമാക്കി തീർക്കുന്നത് പ്രവാസ ലോകത്തുള്ള ആ ഒരു ആളുകളാണ്. നമ്മൾ എന്ത് തന്നെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിലും നമ്മൾ ഉസ്താദിന്റെ കെയറോഫിൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് എന്താ പറയാ കിലോഗ്രാമുകൾ ഉള്ള കിറ്റുകളാണ് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ വിതരണം ചെയ്തത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് ആ പ്രവാസ ലോകത്തുള്ള നന്മ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ്. അവിടെയുള്ള അറബികളായിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്ന മലയാളികളായിക്കോട്ടെ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾക്ക് സന്തോഷകരമായ കേരളത്തെ ആക്കിയെടുക്കുന്നത് അവരുടെ വലിയ പങ്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമ്മൾക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾക്ക് മാറ്റി
നല്ല സന്തോഷകരമായ അവസ്ഥ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിലെത്തിയ ബഹുമാനനായ അബ്ദുൽ ഷുക്കൂർ ഖാസിം അവർക്ക് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أحسنت، جزاكم الله خيرا كثيرا وبارك الله فيكم. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.